ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഉമ്മ ഞങ്ങൾക്കായിട്ട് കൊടുത്തു അയച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇക്ക ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനോട് ഞാൻ എൻ്റെ 2 സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വാപ്പാടെ മെഡിസിനും ആളുടെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉമ്മ ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഉമ്മയുടെ അറിവിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിൽ നമുക്ക് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പൊതികളുണ്ടാവും. അത് ഉമ്മ ഞങ്ങളുടെ അടുത്ത് പറയാറുമുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു സൂചന പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. മെഡിസിനും സർട്ടിഫിക്കറ്റും ആളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോയപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് തന്നെ. അപ്പം അതിൽ ആദ്യം കാണിച്ചത് വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ. ഇവിടെ മുളക് ഉപ്പിലിട്ടത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്രീയ ഫേവറേറ്റ് ആണത്. അപ്പോൾ ഉമ്മ കുറേ മുളക് പൊട്ടിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഉമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയൊക്കെ കൂടെ ചേർത്തിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ്. അത് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ബീഫ് വരട്ടിയതാണ്. ഓരോ പാക്കറ്റും പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ അതിനകത്ത് എന്താണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് തന്നെ. ബീഫ് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ നല്ല രീതിയിൽ അമർത്തി പ്രസ്സാക്കിയിട്ടാണ് അത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് പ്രിയൂർ മാങ്ങില്ലേ, അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഇരിക്കുന്ന കവറുകളിൽ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ആ ഇക്ക ഞങ്ങളുടെ കയ്യിൽ തരുമ്പോൾ ചക്കയുടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. ബാക്കി പൊതികൾ എന്താണെന്നൊക്കെ ഇപ്പോഴാണ് തുറക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ അറിയുന്നത്. പിന്നെ 2 പാക്കറ്റ് പത്തിരി ഉണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ ഒരു പൊതിയിലുണ്ടായിരുന്നത്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇത് ചക്കയാണ് കേട്ടോ. ഇതാൾ ഞങ്ങളുടെ കയ്യിൽ തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചക്കയാന്നുള്ളത്. അത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചക്ക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ചക്ക. ഇത് ഏകദേശം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയുടെ സീസൺ ഏകദേശം കഴിയുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് എത്താറുള്ളത്. നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ചക്ക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും രാശി അതെടുത്ത് വണ്ടിയിലിടും. അതുപോലെ തന്നെ രാത്രിയായാലും പകലായാലും ആര് ചക്ക ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ രാശി വണ്ടി എടുത്തുങ്ങാണ്ട് പോയി അത് എനിക്ക് മേടിച്ചുകൊണ്ട് തരും. കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ചക്ക. നാട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ 2 ദിവസം മുന്നൊക്കെ കിട്ടുന്ന ചക്ക ഉമ്മയും ഉമ്മച്ചിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ തരും കേട്ടോ ഞങ്ങൾക്ക്. ആ ചക്ക മുറിക്കാൻ പിറ്റേ ദിവസം മുറിച്ചാൽ മതി നമ്മൾ പറഞ്ഞാലും പിന്നെ അന്നത്തെ ദിവസം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അടുത്ത പൊതി തുറന്നപ്പോൾ ഒരു ബേക്കറി തന്നെ ഉണ്ട് അതിനകത്ത്. ഇത് എലൈറ്റിൻ്റെ കേക്കില്ലേ, കപ്പ് കേക്ക്, അതാണ് കേട്ടോ. പിന്നെ ഇത് എള്ളുണ്ട. ഇതൊക്കെ രാഷ്ട്രീയ ഫേവറേറ്റ് ആണ് കേട്ടോ. കേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എള്ളുണ്ട രാഷ്ട്രീയ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് കൊള്ളി വറുത്തത്, അതുപോലെ തന്നെ ഉഴുന്നുവട, മിച്ചറ്, ചക്ക വറുത്തത്, ഇത്രയും ഉണ്ടായിരുന്നു സംഭവം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തയക്കണുണ്ടെന്നുള്ളത് എനിക്കും രാശിക്കും മാത്രം അറിയാത്തുണ്ടായിരുന്നുള്ള വാപ്പാക്ക് അറിയായിരുന്നു കേട്ടോ. ഇതുപോലൊരു പൊതി വന്നിട്ടുള്ളത് എൻ്റെ വാപ്പാടെ അനിയൻ ഇതേമാതിരി നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ ചക്കയും മാങ്ങയും ഒക്കെ കൂടെ ഒരു കാർട്ടൂൺ. ആളുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉമ്മ കൊടുത്തയക്കിട്ടോ. ഉമ്മയുടെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തയക്കാറുണ്ട്. ഇത്രയും സാധനങ്ങൾ ഒരാളിൽ ആ ഇക്കടയിൽ കൊടുത്തയക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയക്കാക്ക് അധികം ലഗേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇത്ര എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളേൽ മാക്സിമം ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ട്. സംഭവം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ 2 സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെൻ്റെ ഫ്രണ്ട് മേടിച്ചിങ്ങാണ്ട് ഉമ്മാടയിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സർട്ടിഫിക്കറ്റും പിന്നെ വാപ്പാടെ കുറച്ച് മെഡിസിൻ ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ആളുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുള്ളതെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആൾക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ പോയി മേടിച്ചോട്ടാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ രാത്രി തന്നെ അത് പോയി മേടിച്ചു. ഇതിനകത്ത് ഈ പത്തിരിയും ബീഫൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് തന്നെ പോയി മേടിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പ്ലാവുമ്മൽ ചക്ക നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മക്ക് അത് രാശിക്ക് കൊടുത്തു വിടാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോരുന്ന സമയമായപ്പോഴത്തേനും അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് അവിടെ ആദ്യമായിട്ടുണ്ടായ ചക്ക രാശിക്കും വാപ്പാക്കൊന്നും കൊടുക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചിലപ്പോൾ ചക്ക ഒരു 5-6 ചോളം പറിച്ചിങ്ങാനിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോൾ ചക്ക മുറിച്ചു. അത് നമ്മുടെ ഈ ലഗേജിലിട്ടിട്ട് കാർട്ടൂൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുമ്പോൾ അങ്ങനെ ഇടുമല്ലോ. അപ്പം അങ്ങനെ ഇട്ടപ്പോൾ ചക്കയുടെ ഒരു സൈഡ് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. ചതഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ മുറിച്ചു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു.
ഇത് എൻ്റെ മാമ ഉമ്മയുടെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ, ഞങ്ങൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അതായത് നല്ല കറുമുറായിരിക്കണുണ്ട്, നല്ല മധുരമുണ്ട്, അടിപൊളി ചക്കയായിരുന്നു. ഈ ചക്ക വെച്ചിട്ട് ചക്കയുടെ പായസം, അട, അതുപോലെ തന്നെ കുമ്പിളപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കില്ലേ. പക്ഷെ എനിക്ക് ചക്ക വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കണ ഇഷ്ടമല്ല കേട്ടോ. ചക്ക വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ചക്ക വെച്ച് വേറെ ഉണ്ടാക്കാനും താല്പര്യമില്ല. എന്തിനാ അതിനകത്ത് കൂടെ തേങ്ങയും ശർക്കര അതൊക്കെ ഇട ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചക്കയുടെ ടേസ്റ്റ് കളയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ ചക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചുള പറിച്ചെടുക്കണം. ഇവിടെ ഞങ്ങൾ ലുലുന്ന് 1-2 വട്ടം ചക്ക മേടിച്ചിട്ട് ഒരു വട്ടം നല്ല മധുരമുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം മേടിച്ചപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ മധുരം ഉണ്ടായിരുന്നില്ല. ഇനി ഇത് മൊത്തം ഒന്ന് ചുള പറിച്ചെടുക്കട്ടെ. അങ്ങനെ വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി ചുള പറിക്കാനായിട്ട് റാശിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ചുള പറിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പകുതി മുക്കാലും ഞങ്ങളുടെ വയറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.